എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ 9ാം തരത്തിലെ കുപ്പിവളകൾ എന്ന കഥയുടെ ആസ്വാദന കുറിപ്പാണ്. ഓക്കെ, സാറാ തോമസിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു കഥ അല്ലേ? വായിച്ചാൽ കണ്ണമ്മ എന്ന കഥാപാത്രം എപ്പോഴും മനസ്സിലേക്ക് ഓടിയെത്തുന്ന കഥയാണ് കുപ്പിവളകൾ. കണ്ണ് കാണാത്തതിൻ്റെ, കാഴ്ചയില്ലാത്തതിൻ്റെ മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന കുപ്പിവളകൾ. ഓക്കെ, അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകുന്നു. ഓക്കെ, നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ കൂടി ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതാണ്. നിങ്ങൾക്ക് ആ വീഡിയോയുടെ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ആ കുപ്പിവളകൾ എന്ന കഥയുടെ വീഡിയോ കാണാൻ സാധിക്കുന്നതാണ്. ആസ്വാദനക്കുറിപ്പിന് ഞാൻ നൽകിയ പേര് ശബ്ദവീചികളിലൂടെ കണ്ണമ്മ എന്നാണ്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് വാക്യശകലങ്ങൾ ഞാൻ ഇവിടെ കുറിച്ചിടുന്നു. ചെറുവള്ളം തുഴയുന്നതും ഞാൻ ആസ്വദിക്കുന്നു. നിലാവുള്ള രാത്രികളിലാണ് ഞാൻ അത് ഏറെ ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിരിച്ചേക്കാം. നമുക്ക് പിന്തുടരാൻ പാതകളിൽ വെളിച്ചം വിതറിക്കൊണ്ട് ആകാശത്തിനപ്പുറത്തെ പൈൻ മരങ്ങൾക്കിടയിലേക്കു കയറി. പതുക്കെ സ്വർഗത്തിനു കുറുകെ ഒളിഞ്ഞൊളിഞ്ഞു പോകുന്ന ചന്ദ്രനെ എനിക്ക് കാണാൻ പറ്റിയില്ലെന്ന് വാസ്തവമാണ്. പക്ഷേ തലയിണയിലേക്ക് ചാരിക്കിടന്ന് കൈകൾ വെള്ളത്തിൽ മുക്കിയിടുമ്പോൾ അവൾ കടന്നു പോകവേ ആ വസ്ത്രങ്ങളുടെ പ്രഭ ഞാൻ അനുഭവിക്കുന്നതായി സങ്കല്പിക്കാറുണ്ട്. ഹെലൻ കെല്ലറുടെ ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന ഭാഗത്ത് ഉള്ള ഒരു അനുഭവക്കുറിപ്പാണ് ഇത്. നമ്മൾ ആസ്വാദനക്കുറിപ്പിലേക്ക് കടക്കുന്നു. കാഴ്ചകൾ അന്യമായ കണ്ണമ്മയുടെ ശബ്ദലോകത്തെ പരിചയപ്പെടുത്തുന്ന കഥയാണ് സാറാ തോമസിന്റെ കുപ്പിവളകൾ. അനാഥാലയത്തിന്റെ ഒറ്റപ്പെടലിലും വീർപ്പുമുട്ടലിലും ജീവിതത്തിന്റെ പ്രസാദാത്മകത പാടെ നഷ്ടപ്പെട്ട കണ്ണമ്മയ്ക്ക് ബാഹ്യലോകവുമായി പൊരുത്തപ്പെടാനാവുന്നില്ല. ഒരിക്കൽ അനാഥാലയത്തിലെത്തിയ അതിഥിയിൽ നിന്നും പുതുവസ്ത്രം സ്വീകരിച്ച നിസ്സംഗതയോടെ മടങ്ങുമ്പോൾ കൂട്ടുകാർ പറഞ്ഞ് അവരുടെ മകളുടെ കയ്യിലെ കുപ്പിവളകളെക്കുറിച്ച് കണ്ണമ്മ അറിയുന്നു. പള്ളിയിൽ കുർബാന സമയത്ത് കേട്ട കുപ്പിവളകളുടെ കിലുക്കം അവൾ ഓർക്കുന്നു. കണ്ണമ്മയുടെ വിഷാദപൂർണമായ ചിന്തകൾക്കിടയിൽ അതിഥിയുടെ മകളായ റോസിമോൾ ഒരു സ്നേഹസമ്മാനമായി തൻ്റെ കുപ്പിവളകൾ ഊരി കണ്ണമ്മയെ അണിയിക്കുന്നു. മനോഹരമായ നിമിഷമാണത്. കുപ്പിവളകളുടെ കിലുക്കം കണ്ണമ്മയ്ക്ക് ആഹ്ലാദം പകരുന്നു. കുപ്പിവളകളുടെ മന്ത്രനാദം കേൾക്കുന്ന തിരക്കിൽ അവൾ മറ്റെല്ലാം മറന്നുപോയിരുന്നു എന്ന് പറയുന്നയിടത്ത് കഥ അവസാനിക്കുന്നു. വളരെ ലളിതമായ ആഖ്യാനത്തിലൂടെ അന്ധബാലികയുടെ സ്വപ്നങ്ങളും സങ്കടങ്ങളും വരച്ചിടുകയാണ് സാറാ തോമസ്. മറ്റുള്ളവരുടെ സഹതാപം അവൾ ആഗ്രഹിക്കുന്നില്ല. വിശിഷ്ടാതിഥികളുടെ ദീർഘമായ സംസാരങ്ങൾ അവളിൽ ഒരു സ്വാധീനവും ചെലുത്താറില്ല. നല്ല കാര്യങ്ങളാണ് പറയുകയെന്ന് ദേവു ചേച്ചി പറയാറുണ്ടെങ്കിലും എന്താണാവോ ഈ നല്ല കാര്യങ്ങളെന്ന് അവൾ ചിന്തിക്കാറുണ്ട്. മാത്രമല്ല, തൻ്റെ കണ്ണുകളുടെ നിറഞ്ഞ അന്ധകാരത്തിൽ വാക്കുകൾക്ക് അർത്ഥമില്ലെന്നും കുറെ നേരം പോയി കിട്ടുമെന്നുമാണ് അവൾ ചിന്തിക്കുന്നത്. മറ്റുള്ളവരുടെ മുന്നിൽ ഒരു പ്രദർശന വസ്തുവാകുന്നതും അവൾ ഇഷ്ടപ്പെടുന്നില്ല. ഞങ്ങൾക്ക് ഇങ്ങനെയും ഒരാളുണ്ട്, കണ്ണിന് കാഴ്ചയില്ലാത്ത കണ്ണമ്മ എന്ന് സിസ്റ്ററമ്മ പരിചയപ്പെടുത്തുന്നതും അവൾ നിസ്സംഗതയോടെയാണ് കേട്ടു നിൽക്കുക. അവളുടെ ഇടുങ്ങിയ ലോകം കൂട്ടുകാരെ അവളിൽ നിന്നും അകറ്റി നിർത്തുന്നതായിരുന്നു. കണ്ണിനു കാഴ്ചയില്ല, അതാണ് ഇങ്ങനെ മുഖം വലിച്ചു കെട്ടി എന്ന് സിസ്റ്റർ അതിഥികളോട് പറയുന്നത് പുതുവസ്ത്രം കൈനീട്ടി വാങ്ങുമ്പോഴും അവൾക്ക് സന്തോഷമില്ലാത്തതിനാലാണ്. മടുപ്പും ഭയവുമാണ് അവളെ ഭരിക്കുന്നത്. പുഞ്ചിരിയോടെ സമ്മാനം സ്വീകരിക്കുന്നതിനാൽ സിസ്റ്റർ വഴക്കു പറയുമോ എന്നവൾ ഭയക്കുന്നുണ്ട്. ഈ നിർവികാരതയ്ക്കും
നിർമ്മമതയ്ക്ക് മുന്നിലേക്കാണ് റോസിമോൾ കുപ്പിവളകളുടെ കിലുക്കം സമ്മാനിക്കുന്നത്. ഒരു പക്ഷേ പുതുവസ്ത്രത്തേക്കാൾ അവൾ ഇഷ്ടപ്പെടുക കുപ്പിവളകളുടെ കിലുക്കമാവാമെന്ന് റോസിമോൾക്കറിയാം. അവളുടെ ഇരുളടഞ്ഞ ജീവിതത്തിലും ശൂന്യമായ മുഖത്തും അല്പം വെളിച്ചം പകർത്താൻ റോസിമോളുടെ സ്നേഹത്തിനും പരിഗണനയ്ക്കും കഴിയുന്നുണ്ട്. പുതുവസ്ത്രം കണ്ണമ്മയെ സംബന്ധിച്ച് നനച്ചു കുളിക്കുമ്പോൾ മാറിയുടുക്കാനുള്ള വസ്ത്രം എന്നതിലുപരി മറ്റൊന്നല്ല. എന്നാൽ കുപ്പിവളകൾ അവൾക്ക് ആനന്ദം പകരുന്ന ശബ്ദമാണ്. ശബ്ദത്തിലൂടെ കാണുന്ന കണ്ണമ്മയ്ക്ക് കാതിനിമ്പവും മനസ്സിന് സന്തോഷവും നൽകുന്ന മണിക്കിലുക്കവുമായി മാറി റോസിമോൾ നൽകിയ സമ്മാനം. ലോകത്തിലെ ഏറ്റവും മനോഹരമായ കാര്യങ്ങൾ ആസ്വദിക്കാൻ കണ്ണോ കയ്യോ വേണ്ട, ഹൃദയം മതി എന്ന ഹെലൻ കെല്ലറുടെ വാക്കുകൾ ഇവിടെ നമുക്ക് സ്മരിക്കാം. എല്ലാ ദുഃഖങ്ങളും അനാഥത്വവും അല്പസമയമെങ്കിലും മറക്കാൻ പ്രസാദത്തോടെ ജീവിതത്തെ കാണാൻ ആ കൊച്ചു സമ്മാനത്തിലൂടെ അവൾക്ക് കഴിയുന്നു. നോക്കമ്മേ, ആ കുട്ടിയുടെ മുഖത്ത് എന്തൊരു തെളിച്ചം എന്ന വാക്കുകൾ റോസിമോളുടെ നന്മയെയും സന്തോഷത്തെയും കുറിക്കുന്നു. തൻ്റെ പ്രവൃത്തിയിലൂടെ സമപ്രായക്കാരിയായ അന്ധയായ പെൺകുട്ടിക്ക് സാന്ത്വനവും സ്നേഹവും പകരുകയാണ് റോസിമോൾ. തനിക്ക് ഇഷ്ടമുള്ളത് പങ്കുവെക്കുന്നതിലൂടെ സന്തോഷം അനുഭവിക്കുന്ന റോസിമോളിലൂടെ ജീവിത മൂല്യങ്ങളെ ഓർമ്മിപ്പിക്കുന്നു കഥാകാരി. കാഴ്ചയുടെ ലോകത്തിനപ്പുറം ശബ്ദങ്ങളുടെ ലോകമാണ് കഥയിൽ നിറയുന്നത്. നിരവധി ശബ്ദബിംബങ്ങൾ കഥാകൃത്ത് വിന്യസിച്ചിരിക്കുന്നു. നാഗപ്പാത്തിയിൽ കൂടി വെള്ളം കുലംകുത്തി വരുന്ന ശബ്ദം, നാഗപ്പാത്തിയിലൂടെ നേർത്തു വരുന്ന വെള്ളത്തിന്റെ ശബ്ദം, പൂമുഖത്ത് കാർ ഇരച്ചു വന്നു നിൽക്കുന്നതിന്റെ ശബ്ദം, ആളുകളുടെ മനസ്സിന്റെ അലിവ് നെടുവീർപ്പായി കാതുകളിൽ വന്ന് പതിക്കുന്ന ശബ്ദം, സിസ്റ്ററമ്മയുടെ പരുക്കൻ ശബ്ദം, കയ്യടിയുടെ ശബ്ദം, ആഹ്ലാദ പ്രകടനങ്ങളുടെ അടക്കിപ്പിടിച്ച ശബ്ദം, അതോടൊപ്പം കലപില കൂട്ടുന്ന കുപ്പിവളകളുടെ കിലുങ്ങുന്ന ശബ്ദം, മണിക്കിലുക്കം പോലെ കൗതുകമുണർത്തുന്ന നാദം എന്നിങ്ങനെ അനവധി ശബ്ദങ്ങൾ കൊണ്ട് മുഖരിതമായ ആഖ്യാനതന്ത്രമാണ് ശബ്ദങ്ങളിലൂടെ ജീവിക്കുന്ന കണ്ണമ്മയുടെ കഥ പറയാൻ കഥാകൃത്ത് സ്വീകരിച്ചിരിക്കുന്നത്. നാഗപ്പാത്തിയിൽ കൂടി വെള്ളം കൂലം കുത്തി വരുന്ന ഇരമ്പൽ ചെവിയോർത്തു നിൽക്കുന്ന കണ്ണമ്മയിലാണ് കഥ തുടങ്ങുന്നത്. കഥയുടെ ഭാവത്തിനനുസരിച്ചുള്ള ഒരു അന്തരീക്ഷ സൃഷ്ടി ഒരുക്കുകയാണ് ഈ വരികളിലൂടെ. അതിഥിയുടെ സമ്മാനം സ്വീകരിച്ച് തന്റെ തകരപ്പെട്ടിയിൽ ഉടുപ്പ് വെച്ച് പതിവ് സ്ഥാനത്ത് വീണ്ടും നിലയുറപ്പിച്ചപ്പോൾ നാഗപ്പാത്തിയിൽ കൂടി വീണുകൊണ്ടിരുന്ന വെള്ളത്തിന്റെ ശബ്ദം നേർത്തിരുന്നു എന്ന് കഥാകാരി എഴുതുമ്പോൾ കുപ്പിവളകളുടെ കിലുക്കത്തിനും കണ്ണമ്മയുടെ മനസ്സിന്റെ കിലുക്കത്തിനും അന്തരീക്ഷമൊരുക്കുകയാണ്. കലപില കൂട്ടുന്ന കുപ്പിവളകളുടെ നാദം ആസ്വദിക്കാൻ കണ്ണമ്മയ്ക്ക് കഴിയുന്നത് കുലം കുത്തിയൊഴുകിയ മഴയുടെ ശബ്ദം ഇടയ്ക്കിടെ വീഴുന്ന വെള്ളത്തുള്ളിയുടെ നാദമായി പരിണമിച്ചതിനാലാണ്. കുപ്പിവളകൾ എന്ന ശീർഷകം കണ്ണമ്മയുടെ ശബ്ദലോകത്തിന്റെ പ്രതിബിംബവും ഒപ്പം അവളുടെ സന്തോഷങ്ങളുടെ ക്ഷണികതയെയും കുറിക്കുന്നു. വർണ്ണങ്ങൾക്കു പകരം കൗതുകമുണർത്തുന്ന നാദത്തിലൂടെ അവൾ ആസ്വദിക്കുന്ന കുപ്പിവളകളുടെ സൗന്ദര്യം അവളുടെ ക്ഷണികമായ സന്തോഷത്തെയും പ്രതിനിധാനം ചെയ്യുന്നു. ഏതു നിമിഷവും ഉടഞ്ഞു പോയേക്കാവുന്ന കുപ്പിവളകളെ പോലെയാണ് അവളുടെ ആനന്ദവും. സിസ്റ്ററമ്മയ്ക്ക് അവളോടുള്ള സ്നേഹം പോലും പലപ്പോഴും അതിഥികളുടെ മുന്നിൽ പ്രദർശിക്കുന്നിടത്തോളം ക്ഷണികമാണ്. മറ്റുള്ളവർക്ക് അവളോടുള്ള സഹതാപവും ക്ഷണികമാണ്. കണ്ണിന് കാഴ്ചയില്ലാത്ത പെൺകുട്ടിക്ക് കണ്ണമ്മ എന്ന പേര് നൽകിയതിലെ വൈരുദ്ധ്യവും ശീർഷകം പോലെ കഥയുടെ ആഖ്യാനതന്ത്രത്തിന്റെ ഭാഗമാണ്. മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് കാഴ്ചകളാണ്. കണ്ണാണ് മനുഷ്യന് ഏറ്റവും പ്രിയപ്പെട്ട ഇന്ദ്രിയവും. കാഴ്ചയില്ലാത്തവൾ കണ്ണമ്മ എന്ന വൈരുദ്ധ്യം കണ്ണമ്മയുടെ നിസ്സഹായതയെ ധ്വനിപ്പിക്കുന്നു. ദേവു ചേച്ചിയെ കുറിച്ച് മാത്രമാണ് കണ്ണമ്മ സ്നേഹപൂർവം ചിന്തിക്കുന്നത്. തൻ്റെ കൈകളെ മടിയിൽ വെച്ച് ഓരോന്നിൻ്റെയും പേര് പറഞ്ഞ് ചൂണ്ടുവിരൽ കൊണ്ട് അമർത്തി നീളത്തിലും വട്ടത്തിലും വളഞ്ഞും വരച്ച് കാഴ്ചയുടെ ലോകം പകരുന്നത് ദേവു ചേച്ചി മാത്രമാണ്. കുപ്പിവളകളെക്കുറിച്ച് അവൾക്ക് പറഞ്ഞു കൊടുത്തതും കൈവെള്ളയിൽ ചൂണ്ടുവിരൽ കൊണ്ട് അമർത്തി വട്ടത്തിൽ വരച്ചു കാണിച്ചതും ദേവു ചേച്ചിയാണ്. ദേവു ചേച്ചി എന്ന കഥാപാത്രം ഹെലൻ കെല്ലറുടെ പ്രിയപ്പെട്ട ആനി മാൻസ്ഫീൽഡ് സള്ളിവൻ എന്ന
അധ്യാപികയെ ഓർമ്മിപ്പിക്കും. അന്ധയും ബധിരയുമായ ഹെലൻ കെല്ലറെ 6 വയസ്സു മുതൽ പരിചരിച്ച് കൈവെള്ളയിലൂടെ അക്ഷരങ്ങളിലേക്കും ചുണ്ടുകളിലൂടെ സംസാരത്തിലേക്കും നയിച്ച മിസ് സള്ളിവന്റെ പരമോന്നത വ്യക്തിത്വം ഈ കഥാവായനയിൽ ഓർക്കാതിരിക്കാനാവില്ല. ഒരുപക്ഷെ സ്റ്റീഫൻ ഹോക്കിങ്ങിനേക്കാൾ അധികം ഈ പാഠത്തോട് ചേർത്ത് വായിക്കാവുന്നത് ഹെലൻ കെല്ലറുടെ ആത്മകഥ തന്നെയാവും. എന്നാൽ പലപ്പോഴും വൈകല്യങ്ങളിൽ തളർന്നു പോകുന്ന കണ്ണമ്മയാണ് കഥയിൽ നിറയുന്നത്. റോസിമോളും ദേവു ചേച്ചിയും ഉൾപ്പെടുന്ന ബാഹ്യലോകം അവൾക്കു നൽകുന്ന പ്രസാദാത്മകമായ കാഴ്ചപ്പാടും കുപ്പിവള പോലെ ക്ഷണികമാവുമെന്ന തോന്നലും വായനക്കാരെ നൊമ്പരപ്പെടുത്തും. അന്ധതയേക്കാൾ അനാഥത്വവും നിസ്സഹായതയും കൂടിച്ചേർന്നാണ് കണ്ണമ്മയുടെ ലോകത്തിന്റെ ഉൾക്കാഴ്ചകൾ കെടുത്തുന്നത്. മനോഹരമായ കഥ ഇങ്ങനെ ആസ്വാദനക്കുറിപ്പിലൂടെ വീണ്ടും മനോഹരമാക്കാൻ ശ്രമിക്കുകയായിരുന്നു ഞാൻ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നേക്ക് വിടാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം.